ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദൻസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഇടാൻ പോണ വീഡിയോ കോഴിക്കോട് സരോവരം പാർക്കിൻ്റെ അടുത്തുള്ള മറൈൻ വേൾഡ് കേട്ടോ. ഗായ്സ്, ഇതിൻ്റെ സംഘാടകർ പറയണത് ഇത് 10 കോടിയോളം മുടക്കിയിട്ടുണ്ട് ഈ മീനൊക്കെ ഇതാക്കാൻ. ഗൈസ്, അപ്പം നമ്മൾ ഞായറാഴ്ച ആയിരുന്നു പോയേ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഫുള്ള് തിക്കും തിരക്കിനിട്ട് ഗൈസ്. പിന്നെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മത്സ്യകന്യകമാരും പിന്നെ വെള്ളത്തിലിറങ്ങണ ഈ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ചാറ്റിയും ബൈബൈയൊക്കെ തരുട്ടോ ഗൈസ്. പിന്നെ കൈ കൊണ്ടൊരു കുമിള മരത്തെ ഒരു സാധനം ഉണ്ടാക്കും. അത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേനോ? ഇതാണ് ആ കുമിളപ്പം കണ്ടില്ലേ ഗൈസ്. ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക ഗൈസ്. ഇവിടെ പലതരം മീനുകളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മളായിട്ടുള്ള അത്രയൊക്കെ വലിപ്പമുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഭയങ്കര തിരക്ക് കേട്ടോ. മത്സ്യകന്യകമാരെ കാണാനുള്ള തിരക്കാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ അച്ഛൻ പോയി വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടേക്ക് സൈഡിലേക്ക് മാറുന്നുട്ടോ ഗൈസ്. ഇതാട്ടോ ആ മത്സ്യകന്യക ഗൈസ്. ഇവർ വെള്ളത്തിൽ തന്നെ കേട്ടോ നിൽക്കണേ. പിന്നെ ഇടയ്ക്ക് ശ്വാസം കിട്ടാൻ ഇവർ മുകളിലേക്ക് പൊന്തിട്ട് ശ്വാസം എടുക്കും. പിന്നെ വീണ്ടും താഴത്തേക്ക് തന്നെ പോകും കേട്ടോ ഗൈസ്. ഇതാക്കണേ അച്ഛൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോയി വീഡിയോ എടുത്താണ്. ഇവർ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ താറ്റൊക്കെ കൊടുക്കും. പിന്നെ ആ മറ്റേ കൈ കൊണ്ട് കുമിളൊക്കെ ഇടും കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ മത്സ്യകന്യകമാരെ കാണുന്നത്. ശരിക്കത്തിയല്ല, ഇവർ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതാക്കണതാണ്. പിന്നെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ ഗൈസ്. കുറേ ആൾക്കാരുണ്ടായിനി. ഇതാട്ടോ ഗൈസ്, ഒരു കുറച്ച് കഴിയുമ്പോൾ മേലേക്ക് പൊന്തിയിട്ട് ശ്വാസം എടുക്കാൻ പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് തന്നെ വരും കേട്ടോ ഗൈസ്. ഗായ്സ്, അപ്പോൾ ഇത് അണ്ടർ വാട്ടർ ടണലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതിൽ കുറേ മീനുകളുണ്ട്. നമ്മളെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള മീനൊക്കെ ഉള്ള അരാപ്പൈമിയും പിന്നെ കുറേ കോഴിക്കാർപ്പും പിന്നെ കുറേ പല സൈസ് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നീല ലൈറ്റും കൂടി ഇട്ടപ്പോൾ കറക്റ്റ് ഒരു കടലിൻ്റെ ഉള്ളിൽ പോയ ആ വെള്ളത്തിൻ്റെ ഒരു ഫീലിങ്. പിന്നെ ഇവിടെ ഷാർക്കാട്ടുള്ളത്, നല്ല വലിപ്പമുള്ള വെള്ള കളർ ഷാർക്ക് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പലതരത്തിലുള്ള മീനൊക്കെ കാണുന്നത്. ഞാൻ ടി വിൻ്റെ കണ്ട മീനുകളൊക്കെ ഇപ്പോൾ ശരിക്കും കണ്ടിട്ടോ. നല്ല രസമുള്ള മീനുകളൊക്കെ ഉണ്ടായിനി. പക്ഷേ ഞങ്ങൾക്ക് തിരക്കായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഗൈസ്. നല്ല വലിപ്പമുള്ള മീനൊക്കെ ഉണ്ടായിനി. പിന്നെ ഇത് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വലിയൊരു അക്വാറിയത്തിലൊരു മറ്റേ ഇത് ഒരു മറ്റേ എന്തോ ഒരു ഇതിൻ്റെ സാധനമാണ്. പക്ഷെ എന്താക്കി അറിയില്ല. ഒരു വലിയ വീട് എൻ്റെ കൊട്ടാരമായിട്ട് ഒരു സാധനം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ മത്സ്യകന്യകൻ്റെ ഒരു പ്രതിമ വെച്ചാണ്. എനിക്ക് തോന്നണം മറ്റേ മത്സ്യകന്യകൻ്റെ വീടാണെന്ന്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇനി വെള്ളമൊക്കെ ചാട്ടമായിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തു നിന്നൊക്കെ ഫോട്ടോ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് പിന്നെ തിന്നണതും വിൽക്കണതും സ്റ്റാളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ പപ്പടങ്ങൾ, പിന്നെ കൊട, മാല, സ്റ്റിക്കർ, കണ്ണാടി, മറ്റേ ചീർപ്പ്, പാത്രങ്ങൾ, ചില്ലുകുപ്പികൾ, മറ്റേ ഫുള്ളുണ്ടായിനി. ബാഗ് ഉണ്ടായിനി, ബുക്ക് ഉണ്ടായിനി, പിന്നെ നമ്മളെന്താ പറയുക പെന്നുണ്ടായിനി, പെൻസിലുണ്ടായിനി, അങ്ങനത്തെ പല കാര്യത്തിലുള്ള സാധനം ഉണ്ടായിനി. പിന്നെ അവിടെ കുറേ പേരെഴുതുന്ന മോതിരം, കീ ചെയിൻ, മാല, കൈച്ചെയിൻ, അങ്ങനത്തെയൊക്കെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഈ കളിസാമാനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെയാണ് കുട ഉള്ളത്. നല്ല രസത്തിലുള്ള കളർ പലതരത്തിലുള്ള ഡിസൈനിലൊക്കെ ഉള്ള കുട തന്നെ. പിന്നെ ഇത് പ്ലേറ്റ്, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പ്ലേറ്റും പിന്നെ പലതരത്തിലുള്ള പ്ലേറ്റും പിന്നെ കുപ്പി ഗ്ലാസിൻ്റെ ഈ പാത്രങ്ങളും കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ സാധനങ്ങളുണ്ടായിനി. ഇത് മറ്റേ
കുപ്പീൻ്റെ കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് കമ്മലിൻ്റെ കേട്ടോ ഗൈസ്. അമ്മയ്ക്ക് ഇത് കണ്ടപ്പോഴേ കണ്ണിങ്ങനെ നെട്ടിപ്പോയിട്ട് ഗൈസ്. വില കുറഞ്ഞിട്ടുള്ള 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 40 രൂപയ്ക്ക് അങ്ങനെയുള്ള കമ്മലാട്ടുള്ളത്. ഫുള്ള് നിറച്ച് കമ്മല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് പെണ്ണുങ്ങളും അവിടെ തന്നെ കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് ഭരണി. പലതരത്തിലുള്ള ഭരണികളുണ്ട്. കറുത്ത ഭരണി, നീലഭരണി, പച്ചഭരണി, പിന്നെ സാധാ ഭരണി, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ ഇതൊക്കെ ഈ കമ്മലിൻ്റെ ഇതെടുത്ത് മടുത്തില്ല. അതുകൊണ്ട് അച്ഛൻ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് വേറെ എടുക്കാൻ നോക്കുന്നുണ്ട്. പലതരത്തിലുള്ളതുണ്ട്. പിന്നെ ഇത് അവിടെ നിന്ന് ഈ കിളികളും പശുക്കളും പിന്നെ ഈ അഗ്വാന, പിന്നെ അങ്ങനത്തെ ഓന്ത്, പിന്നെ പാമ്പ്, അങ്ങനത്തെ പല സാധനത്തെ ഈ മേത്ത് വെച്ച് ഫോട്ടോ എടുക്കണം. അതിനൊക്കെയാണ് ഓല് ഇണക്കി വളർത്തിയതാവും. അപ്പോൾ ഒരു ചെറിയ കുട്ടീൻ്റെ മേത്ത് ഈ പാമ്പിനൊക്കെ വെച്ചിന് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ അണ്ണാന് അങ്ങനത്തെ കുറേ സാധനമുണ്ട് കേട്ടോ ഗൈസ്. ഇത് സീന് പക്ഷെ തിരക്കായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ കഴിഞ്ഞില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇത് കുറേ തത്തമ്മയും പിന്നെ പലതരത്തിൽ പിന്നെ പഞ്ചവർണ്ണ തത്ത അങ്ങനത്തെ പലതരത്തിലുള്ള കിളികളും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് കുലുക്കി സർവത്ത്. സീന് കുലുക്കിനി ആ ഏട്ടൻ നല്ലോണം കുലുക്കണ്ടായിനി. ഈ അട്ടത്തേക്കൊക്കെ എറിഞ്ഞിട്ടൊക്കെ കുലുക്കിനി കേട്ടോ ഗൈസ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഞങ്ങൾ കുടിച്ചപ്പോൾ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നായി. കോഴിക്കോട് കുലുക്കി സർവത്ത് എന്ന പേര് ഗൈസ്. പിന്നെ അവിടെ ഫുള്ള് കോഴിക്കോടിൻ്റെ മൊഞ്ച തന്നെ ഇവിടെ കേട്ടോ കാണാൻ കഴിഞ്ഞത്. ഫുള്ള് പാനിപ്പൂരി, കൊത്തു പൊറോട്ട, മസാല ദോശ, ദോശമേള, അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ കുറേ കുലുക്കുകൾ, പിന്നെ മറ്റേ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചത് ഫുള്ളുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഒരു പ്രത്യേകത